ഇന്ന് ലോക എയ്ഡ്സ് ദിനം. മനുഷ്യരാശി കണ്ട ഏറ്റവും മാരകമായ രോഗത്തോടുള്ള ചെറുത്തുനിൽപ്പിന് ശക്തി കൂട്ടാനാണ് എല്ലാ വർഷവും ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്. 1988 മുതലാണ് എയ്ഡ്സ് ദിനം ആചരിച്ചു തുടങ്ങിയത്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ഈ വർഷത്തെ എയ്ഡ്സ് ദിന സന്ദേശം. 2030 HIV വൈറസിനെ ലോകത്തു നിന്നും മുക്തമാക്കുക എന്നതാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യമിടുന്നത്. എയ്ഡ്സ് പകരുന്ന വഴികൾ, പ്രതിരോധ മാർഗങ്ങൾ, ചികിത്സ എന്നിവയെക്കുറിച്ച് രാജ്യാന്തര തലത്തിൽ അവബോധം സൃഷ്ടിക്കുക, രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കുക, എയ്ഡ്സ് പ്രതിരോധത്തിൽ രാജ്യാന്തര സഹകരണം ഉറപ്പുവരുത്തുക എന്നിവയൊക്കെയാണ് എയ്ഡ്സ് ദിനാചരണ ലക്ഷ്യങ്ങൾ. 1981 അമേരിക്കയിലാണ് ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എയ്ഡ്സ് രോഗത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നു. ഇന്ത്യയിൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചെന്നൈയിലായിരുന്നു. ഇന്ന് ലോകത്ത് 3.5 കോടിയിലേറെ പേർ എയ്ഡ്സ് രോഗാണുബാധിതരാണ്. ഹ്യൂമൻ ഇമ്മ്യൂണോ വൈറസ് അഥവാ HIV ശരീരത്തിലേക്ക് കടക്കുന്നതോടുകൂടി മനുഷ്യൻ്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുകയും തത്ഫലമായി മറ്റ് മാരകമായ രോഗങ്ങളുടെ പിടിയിലകപ്പെടുകയും ചെയ്യുന്ന ഭീകരമായ അവസ്ഥയാണ് അല്ലെങ്കിൽ സിൻഡ്രമാണ് എയ്ഡ്സ്. അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രം എന്നതിൻ്റെ ചുരുക്കരൂപമാണ് എയ്ഡ്സ്. എയ്ഡ്സിനെതിരെ പോരാടുവാനും ജനങ്ങളിൽ വേണ്ടവിധം ബോധവൽക്കരണം നടത്തുവാനും നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ലോകമെമ്പാടുമുള്ളവർ HIV അവബോധ പരിപാടികളിൽ പങ്കെടുക്കുകയും അന്നേ ദിവസം ചുവന്ന റിബൺ ധരിക്കുകയും ചെയ്യാറുണ്ട്. മനുഷ്യചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ പകർച്ചവ്യാധിയായ എയ്ഡ്സിനെ കൃത്യസമയത്തെ രോഗനിർണയത്തിലൂടെയും ചിട്ടയായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെയും ചേർത്ത് തോൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. HIV അണുബാധയില്ലാത്ത, വിവേചനങ്ങളില്ലാത്ത പുതിയൊരു ലോകത്തിനായി, എയ്ഡ്സ് മരണങ്ങളില്ലാത്ത നല്ലൊരു നാളേക്കായി നമുക്കൊന്നു ചേർന്ന് പോരാടാം.